അയ്യപ്പസ്വാമിയെ കണ്ണിറച്ച് കണ്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും മനസ്സിൽ വെച്ച്, ഈ സന്നിധാനം വിട്ടു പോകാനുള്ള സങ്കടവും മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത വർഷവും വീണ്ടും വരാനുള്ള ഒരു അനുഗ്രഹം അയ്യപ്പസ്വാമി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പം ഞങ്ങൾ മലയിറങ്ങാൻ തുടങ്ങുകയാണ്. ഇതാ നമുക്കിപ്പോൾ കാണാം, കുറേ പേര് മല ചവിട്ടി മലയിലേക്ക് വരുന്നത് കാണാം, കുറേ സ്വാമികൾ. അതുപോലെ പലരും ഇന്നലെ വന്നവരൊക്കെ തിരിച്ചു പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാം. അമ്മയ്ക്ക് കാലിൽ നടക്കാനൊക്കെ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട് അയ്യപ്പ റോഡ് വഴി ഇറങ്ങാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോക്കാം. ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾ മല ചവിട്ടി കയറിയത്. നീലിമല വഴിയാണ് ഞങ്ങൾ ഇന്നലെ കയറിയത്. വലിയ പ്രയാസമൊന്നുമില്ലാതെ ഒരു 2-3 മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾക്ക് കയറി മുകളിലെത്താൻ കഴിഞ്ഞു. തിരക്ക് കുറവായതുകൊണ്ട് അയ്യപ്പസ്വാമിയെ കണ്ട് നന്നായി തൊഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നലെ വൈകിട്ട് തന്നെ സാധിച്ചു. നമ്മൾ സന്നിധാനത്ത് നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റോളം നടന്നതിന് ശേഷമാണ് നമുക്ക് നീലിമല വഴി ഇറങ്ങാനുള്ളതും അതുപോലെ സ്വാമി അയ്യപ്പ റോഡ് വഴി ഇറങ്ങാനുള്ള ഡൈവേർഷൻ വരുന്നത്. ഇത്ര നേരമായിട്ട് ആ ഡൈവേർഷൻ നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ആ പമ്പ റോഡ് വഴി ഇറങ്ങാനുള്ള ഡൈവേർഷൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സീസൺ അല്ലാത്തതുകൊണ്ട് വലിയൊരു തിരക്കില്ലാത്ത സമയമാണ്. നമുക്ക് വളരെ സൗകര്യപൂർവ്വം മല കയറി ഒരുപാട് ക്യൂവിലൊന്നും നിൽക്കാതെ അയ്യപ്പസ്വാമിയെ കണ്ട് മടങ്ങാനുള്ളൊരു നല്ല അവസരമാണിത്. തിരിച്ച് നമ്മൾ പമ്പ റോഡ് വഴി ഇറങ്ങാനാണ് വിചാരിക്കുന്നത്. അവിടെ സ്റ്റെപ്പുകളില്ല, ഒരു റോഡാണ് ഉള്ളത്, ഈ ട്രാക്ടറുകൾക്കൊക്കെ വരാനും പോകാനും വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് കാണാം 2 റോഡുകൾ. ഒന്ന് നീലിമല വഴി നമ്മൾ കയറി വന്ന വഴിക്ക് ഇറങ്ങാനുള്ളതും വലത്ത് സൈഡിൽ, ഇടത്ത് സൈഡിൽ ആ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ കൂടി പോകാനുള്ള വഴിയാണ് നമുക്ക് പമ്പ റോഡ് വഴി പോകാനുള്ള വഴി. അപ്പോൾ നമുക്ക് പമ്പ റോഡ് വഴി പോയി നോക്കാം. ഇത് രാവിലെ വെളുപ്പ് 5-ന്റെയും 6-ന്റെ ഇടയ്ക്കുള്ളൊരു സമയമാണ്. ഒരുപാട് പേര് ഇതിലെയും മല കയറി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ട്രോളി സർവീസുകളൊക്കെ ഒരുപാട് ഇതിൽ വരുന്നുണ്ട്. ട്രോളിയിൽ അവർ കൊണ്ടുവരുന്നുണ്ട്. രാവിലെ വെളുപ്പിനുള്ള ഒരു കാഴ്ചയാണിത്. ഇവിടെ പമ്പ റോഡിൽ എനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൈവരികളില്ല. നമ്മൾ നീലിമല വഴി കയറി വരുമ്പോൾ നടുക്ക് കൈവരികളുണ്ട്. അപ്പോൾ നമുക്ക് പിടിച്ചിട്ട് വരാം, ഒരു സപ്പോർട്ടാണ്. ഇവിടെ അങ്ങനത്തെ ഒരു കൈവരികളൊന്നും കാണുന്നില്ല. നമ്മുടെ ബാലൻസിൽ തന്നെ ഇറങ്ങി പോകേണ്ടതായിട്ടുള്ളൊരു പ്രശ്നം. ഇവിടുത്തെ ട്രോളി സർവീസുകളെ കുറിച്ച് പറയാൻ ഞാൻ വിട്ടുപോയി. ഇവിടെ നടക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് ട്രോളിയിൽ കയറ്റിയിട്ട് ഇവർ നമ്മളെ മല കയറ്റി മല ഇറക്കും. അതിനുള്ള ചാർജ് അവർക്ക് പേ ചെയ്താൽ മതി. ഒരു സൈഡിലേക്ക് ഏകദേശം 3000 രൂപയാണെന്ന് തോന്നുന്നു അവർ ചാർജ് ചെയ്യുന്നത്. പലരും പല രീതിയിലാണ് നമ്മൾ ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ സാധിക്കുമെന്ന് തോന്നുന്നു. ഇത് മല കയറാനുള്ള വഴിയാണ്, നമ്മൾ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇതൊരു കയറ്റമാണ്. അപ്പോൾ നമ്മൾ നീലിമല വഴി വരാതെ ഈ വഴിക്ക് വന്നാലും അത്ര എളുപ്പമല്ല. നല്ല കുത്തനെയുള്ള കയറ്റങ്ങൾ ശ്രീ സ്വാമി അയ്യപ്പ റോഡിലും നമുക്ക് പല സ്ഥലത്തും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കുഞ്ഞുമണി വത്തക്കൊക്കെ വാങ്ങി തിന്നുകൊണ്ടാണ് മല ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ കാല് വിറയ്ക്കുന്നുണ്ടെന്നാണ് കേട്ടോ കുഞ്ഞുമണി പറയുന്നത്. ഇവിടെ കണ്ട നല്ല കുത്തനെയുള്ള കയറ്റങ്ങളും വളവുകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മല കയറുക സ്വാമി അയ്യപ്പൻ റോഡ് വഴി അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല കേട്ടോ. ഇവിടെ കുറച്ച് നിരപ്പ് ഉണ്ട്. ഒരു 6 ലിറ്റർ 50 രൂപ. എന്താ ആ ആ ഇവിടെ ഇരിക്കാനുള്ളൊരു സ്ഥലം.
ഇങ്ങനെ അയ്യപ്പന്മാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വരുന്നവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നടക്കാൻ കഴിയുന്ന പോലെ നടന്ന് വിശ്രമിച്ചൊക്കെ മല കയറിയാൽ മതി. അവിടെ എത്താനായപ്പോൾ കുറച്ച് നിരപ്പാണ്. ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ശ്രീ അയ്യപ്പ റോഡ് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ എൻട്രൻസ് എങ്ങനെയാണ്. ഇത് നമ്മുടെ നീലിമല വഴി കയറാനുള്ളത് 3.4 കിലോമീറ്റർ എഴുതിയിട്ടുണ്ട്. ഇതും 3.4 കിലോമീറ്ററാണ് അയ്യപ്പ റോഡ്. അതുപോലെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും 3.4 കിലോമീറ്ററാണുള്ളത്. രണ്ടും ദൂരം തുല്യം തന്നെ എഴുതിയിരിക്കുന്നത്. നമ്മൾ താഴെ ഇവിടെ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ മലയിറങ്ങി തിരിച്ച് നമ്മൾ പമ്പ ഗണപതി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ ഒരു 7 മണീൻ്റെ അടുത്തായിട്ടുള്ളൂ. ഒരുപാട് പേര് മല കയറാൻ വേണ്ടിയിട്ട് വെർച്വൽ ക്യൂ ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 മണിൻ്റെ അടുത്താണ് മേലെ സന്നിധാനത്ത് നിന്ന് ഇറങ്ങാൻ തുടങ്ങിയത് അയ്യപ്പ റോഡ് വഴി. ഒരു 2 മണിക്കൂർ നടന്നുകൊണ്ട് നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ് പമ്പ ഗണപതി. അങ്ങനെ നമ്മൾ പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് മല ഇറങ്ങി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മാല ഊരിയിട്ട് പോകാനുള്ള സൗകര്യമുണ്ട്. അവിടെ മേൽശാന്തി നമുക്ക് മാല ഊരിത്തരും. ചെറിയൊരു ദക്ഷിണ കൊടുത്താൽ മാത്രം മതി. വേറൊരു കാര്യം, ഇവിടെ നമ്മൾ തേങ്ങ ഉടച്ചിട്ടാണ് താഴെ പമ്പ നദി ഉള്ള ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് പോകാറുള്ളത്. അങ്ങനെ നമ്മൾ മല ഇറങ്ങി സ്വാമി അയ്യപ്പനെ കണ്ട് തിരിച്ച് വീണ്ടും പമ്പാ നദിയുടെ തീരത്ത് എത്തിയിരിക്കുകയാണ്. എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. പ്രകൃതി രമണീയമായൊരു കാഴ്ചയല്ല ശരിക്കും നോക്കിയാൽ. ഇത് നമുക്ക് ദാക്കര ഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ KSRTC സ്റ്റാൻഡ് കാണാം. ഒരുപാട് ആളുകൾ ഇതാ ഇപ്പോഴും പമ്പയുടെ കരയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ ഇറങ്ങി കുളിക്കുന്നുണ്ട്. ഈ പാലം വഴിയാണ് നമുക്ക് KSRTC സ്റ്റാൻഡിലേക്ക് കയറേണ്ടത്. അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് നമ്മളിന്ന് പമ്പയിൽ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ അയ്യപ്പസ്വാമിയെ വന്ന് കാണാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ പുതിയതായിട്ട് വരുന്നവർക്കോ കന്നിസ്വാമികൾക്കോ അതുപോലെ വഴിയെക്കുറിച്ച് നടന്ന് കയറുന്ന വഴിയെക്കുറിച്ചോ നടന്നിറങ്ങി വരുന്ന വഴിയെക്കുറിച്ചോ കെട്ടുനിറ മണ്ഡപത്തെക്കുറിച്ചോ അതുപോലെ വെർച്വൽ ക്യൂ ബുക്കിങ്ങിനെ കുറിച്ചോ ഒക്കെ സംശയങ്ങളുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ.